കാശ്മീർ മണ്ണിൽ പിടഞ്ഞൊടുങ്ങിയ ധീരന്മാരാം പ്രിയരേ നിങ്ങളുടെ ജീവിത പാതി പകുത്തുകൊടുത്ത ഞങ്ങളുടെ അരുമ സോദരിമാർ കണ്ണീർ വാർക്കും മാതാക്കൾ ഉറ്റവരും പിന്നുടയോരും അല്ല നിങ്ങൾ അനാഥരല്ല മാനം മുട്ടേ കൈകൾ ഉയർത്തി ഞങ്ങൾ ഉറക്കെ പറയുന്നു കൈത്താങ്ങായി തണലായി സുരക്ഷ നൽകും കോട്ടകളായി ഐക്യദാർഢ്യക്കരുത്തുമായി ഞങ്ങളിതാ വന്നണയുന്നു ജയ് ബോലോ ഭാരത് മാതാ ജയ് സംഘപരിവാർ ജീവിതത്തിൽ ബാക്കി വരുന്ന നിമിഷങ്ങൾ സന്തോഷിക്കാൻ വേണ്ടി കാശ്മീരിന്റെ താഴ്വരയിലേക്ക് പോയപ്പോൾ അവിടെ പാകിസ്ഥാൻ പട്ടാളത്തിന്റെ തോക്കുമേന്തിക്കൊണ്ട് ജാതി ചോദിച്ചില്ല, പേര് ചോദിച്ചില്ല. അവിടെ ചോദിച്ചത് നീ ഹിന്ദുവാണോ മുസൽമാനാണോ എന്നാണ്. മുസൽമാനാണെങ്കിൽ കലിമ ചൊല്ലണം, കലിമ ചൊല്ലിയാൽ നിന്റെ ജീവൻ ഞങ്ങൾ തിരിച്ചു തരാം എന്ന് പറയുമ്പോൾ, അതുപോലെ തന്നെ അടിവസ്ത്രം മാറ്റിക്കൊണ്ട്, ഒരു മനുഷ്യന്റെ അടിവസ്ത്രം മാറ്റിക്കൊണ്ട് അവൻ സുന്നത്ത് കഴിച്ചിട്ടുണ്ടോ മുസ്ലിമാണോ എന്ന് നോക്കിക്കൊണ്ട് അല്ല എന്ന് ബോധ്യം വന്ന ഏകദേശം 19 പേരെ AK-47 ഉപയോഗിച്ച് വെടിവെച്ച് കൊന്നപ്പോൾ, അതിൽ 28 പേരോളം പ്രാണൻ വെടിഞ്ഞപ്പോൾ, അത് കണ്ടുകൊണ്ടിരിക്കാൻ മാത്രം നിസ്സംഗതരല്ല ഭാരതത്തിലെ ഹൈന്ദവ സംഘടനകളെന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടി തന്നെയാണ്. നിങ്ങൾ മതം പറഞ്ഞാൽ ഞങ്ങളും മതം പറയും, അങ്ങനെ മതം പറയാൻ ഞങ്ങൾക്ക് ആരുടെയും ഔദാര്യം ആവശ്യമില്ല എന്ന് പറയാൻ തന്നെയാണ് ഞങ്ങളിവിടെ കൂടിയിരിക്കുന്നത്. പ്രിയമുള്ളവരെ, കാശ്മീരിലെ ഈ 28 പേരുടെ പ്രാണൻ വെടിഞ്ഞ് നിഷ്ഠൂരമായി ഇസ്ലാമിക ഭീകരവാദികൾ വെടിവെച്ച് കൊന്നപ്പോൾ അതിനെതിരെ മെഴുകുതിരി കത്തിക്കാനോ ഒരു വാക്ക് പ്രതിഷേധിക്കാനോ ഈ നാട്ടിലെ ഇല്ലാത്ത മതവറിയന്മാരായിട്ടുള്ള മതേതരക്കാരെ നമ്മൾ കാണുന്നില്ല എന്ന യാഥാർത്ഥ്യം കൂടെ നമ്മൾ ഈ സമയത്ത് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. നമ്മുടെ ബഹുമാനനായ ഒരു മലരനുണ്ട്, ബലരാമൻ എന്ന പേര്. അവൻ പറഞ്ഞത് ഇത് മതപരമായി കാണരുതെന്ന. പ്രിയമുള്ളവരെ, അടിവസ്ത്രം ഉരിച്ചുകൊണ്ട് അവന്റെ മതം നോക്കി, അവന്റെ മതം ചോദിച്ച് അവനെ കൊണ്ട് കലിമ ചെയ്യിക്കുന്ന, ആ കലിമ ചെയ്യാൻ അറിയാത്ത പാവപ്പെട്ട ഹിന്ദുക്കളെ വെടിവെച്ച് കൊല്ലുമ്പോൾ മതമല്ലാതെ ഞങ്ങൾ എന്താണ് പറയേണ്ടതെന്ന് ബലരാമനോട് ഞങ്ങൾ ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്.